ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്ത് കറി ഉണ്ടാക്കുമെന്നുള്ളൊരു ടെൻഷനാണല്ലേ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആ ടെൻഷൻ വേണ്ട. നമ്മുടെ വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ഇടത്തരം തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയ തക്കോലത്തിൻ്റെ 2-3 പീസും പിന്നെ 2-3 ഗ്രാമ്പും പിന്നെ 2 പട്ടയും ഇത്രയുമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല മഷിയ തന്നെ അരച്ചെടുക്കണവേ. അപ്പോൾ ആദ്യം മുളക് ഇട്ട് കൊടുക്കാം, പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട, ഗ്രാമ്പു, പിന്നെ തക്കോലത്തിൻ്റെ 2-3 പീസ്. ബാക്കി എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 പീസ് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3-4 ചെറിയ ഉള്ളി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ആണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മഷിയ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 കോഴിമുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഓരോ കോഴിമുട്ടയും നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഓരോ മുട്ടയായിട്ട് വേണം നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയേ. അപ്പോൾ ഒരു മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണേ, അതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കാം. അപ്പോൾ അത് മുട്ട നന്നായിട്ടൊന്ന് കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി ഒരു പാനാണേ, അപ്പം ചുടുന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കലക്കിയ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി ഒരു 10 സെക്കൻഡും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഒന്നും കൂടി ആവണമായിരുന്നു. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും തുറന്നു. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 10 സെക്കൻഡും കൂടി കഴിയുമ്പോൾ നമുക്ക് അത് പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിട്ട് ഈ മുട്ടയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മുട്ട ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. രണ്ടാമത്തത് ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 2 പുറവും പൊരിച്ചെടുക്കുക. അതുപോലെ ഞാൻ ഒരു 4 മുട്ട ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ടേ. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അത് സ്ലൈസായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം കേട്ടോ. അതുവരെ നമുക്ക് നല്ല തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ചെറുതായിട്ട് ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ ഈ അരപ്പിന്. നമ്മൾ സ്പൈസസൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നത് കൊണ്ട് നല്ല മണമാണ്. അപ്പോൾ ഇതാ അരപ്പ് മൊത്തം ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് മിക്സാക്കി എടുക്കാം. ആ പച്ച മണമൊന്ന് മാറിക്കിട്ടണം, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് മൊത്തം നന്നായിട്ട് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം, ജാറ് കഴുകിയ വെള്ളം ഉണ്ടായിരുന്നേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തീരെ അങ്ങ് തിക്കാക്കരുത്, കുറച്ച് ലൂസിലാണ് ഇരിക്കേണ്ടത് എന്നും പറഞ്ഞ് വളരെ ലൂസും അല്ല വളരെ അങ്ങ് തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ കറി ഇരിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കറി അങ്ങ് തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിക്കാതെ അരിക് ഒന്ന് പതപ്പിച്ച് മാത്രമേ എടുക്കാവൂ. കൂടുതൽ നേരം അങ്ങ് ഇട്ട് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോയതുപോലെ ആവും കേട്ടോ. ആ കറി അത് ഇതിന് പാടില്ല. അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ചെറുതായിട്ട് അരികൊക്കെ പതഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് ചെറുതായിട്ട് അരികൊന്ന് പതപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കൂടുതൽ നേരം ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നും ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം അങ്ങ് ഡിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി ഞാൻ അധികം ഡിപ്പ് ചെയ്യുന്നില്ല. ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ്. എന്നിട്ട് ശകലം അത് ഗ്രേവി ഇതിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഒഴിക്കുന്നതേ ഉള്ളൂ. ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഡിപ്പ് ചെയ്തിട്ട് നല്ല കുതിർന്ന് കിട്ടണം കേട്ടോ. ഈ അരപ്പൊക്കെ ഇതിൽ ഈ മുട്ടയിൽ പിടിച്ച് വരണം. നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം കേട്ടോ. നമുക്ക് 4 മുട്ടയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു വറവും കൂടി താളിച്ചൊഴിക്കണം. അപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാറാകുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടിയാണേ. ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാനാണ് തീ ഒന്ന് ഓഫാക്കിയത് കേട്ടോ. ഇനി നമുക്കിത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് താളിച്ചെടുത്ത വറക് നമുക്ക് ഇതിലേക്ക് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി, നല്ല മണവുമാണ് ഈ കറിക്ക്. നമ്മുടെ ചൂട് പുട്ടിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഇടിയപ്പത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കൂടുതൽ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നോക്കിയേ,
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തുണ്ടാക്കുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ളൊരു കറി. കണ്ടില്ലേ? അപ്പോൾ ഒരു പീസ് മുട്ടയും കുറച്ച് കറിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ, ഇഷ്ടത്തോടു കൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി നിന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും ഇങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്